ശ്യാമ, രോഹിത്, ശാലിനി, വിഷ്ണു, തകരുന്ന ഒരുപാട് ജീവിതങ്ങൾ. കള്ളക്കളികളിലൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന സാമ്രാജ്യം ഒറ്റ വാക്കിൽ തന്നെ നിലത്തിടാൻ പറ്റുന്ന നല്ല ഒന്നാന്തര അണുബോംബ് തന്നെ. നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിന്റെ അക്കൗണ്ടിൽ പണം എത്തിയിരിക്കും. സത്യഭാമേ, ഞാൻ വരുന്നുണ്ട് കാണാൻ. സുസ്മിതയുടെ 2ാം വരവിന്റെ അറിയിപ്പ് വിളംബരവുമായി. ഇനിയുള്ളതേ സുസ്മിതയുടെ കാലം. എല്ലാം കൂടെ ചേർത്ത് ഞാൻ തുടങ്ങാൻ പോവാ സത്യാമ്മേ. ഇനിയുള്ളത് അങ്കവാ. ഈ നിമിഷം മുതൽ അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു. ദയവ് ചെയ്ത് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് പോയി തരുമോ നീ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. വിഷ്ണുവേട്ട, സത്യമ്മ പറഞ്ഞതെല്ലാം വിഷ്ണുവേട്ടനും കേട്ടതല്ലേ? വിഷ്ണുവേട്ടന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് ഞാനൊരു വിലങ്ങ് തടിയാ. ഞാൻ വിഷ്ണുവേട്ടന്റെ കുടുംബം നശിപ്പിക്കുന്നവളാ. ഞാനാണ് വിഷ്ണുവേട്ടന്റെ ജീവിതം തകർത്തത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാ. ട്രാൻസ്ഫറിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനിയൊരു ശല്യമായി വിഷ്ണുവേട്ടന്റെ മുന്നിലേക്കും വിഷ്ണുവേട്ടന്റെ അമ്മയുടെ മുന്നിലേക്കും ഞാനും എൻ്റെ അമ്മയും പിന്നെ നമ്മുടെ സത്യമോളും വരില്ല. അമ്മേ, നമ്മളെന്താ അമ്മ ടൂറ് പോവാണോ? അതെ, നമ്മള് ടൂറ് പോവാ. ഊട്ടിയാണോ കൊടൈക്കനാലാണോ? അതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ. നമ്മള് അതിലും ദൂരെയാ പോന്നെ. എന്നാ പിന്നെ പപ്പിയും കൂട്ടിയാലോ? അത് പിന്നെ പപ്പിയെ വേറൊരു ദിവസം കൊണ്ടുപോവാ. ഇപ്പൊ മോള് പോയി കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്ക. ആ, കൂട്ടുകാരോട് എല്ലാരോടും വിളിച്ചു പറയണം. ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടണം. ശാരദാമ്മേ, റെഡിയായി കഴിഞ്ഞോ? ആ, സുന്ദരിയായിട്ടുണ്ട്. സത്യ നല്ല സന്തോഷത്തിലാണല്ലേ? നീ അവളോട് കാര്യമൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല, പറഞ്ഞ പിന്നെ കരച്ചിലാവും. അവിടെ ചെന്നിട്ട് പറയാം. ഇത് നീ ആവശ്യപ്പെട്ട് വാങ്ങിയ ട്രാൻസ്ഫറാ അല്ലേ? അതെ. ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സത്യമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. ഹോസ്പിറ്റലിൽ ഒരാളും അറിയാതെയാ ഞാൻ പപ്പിക്ക് ബ്ലഡ് കൊടുക്കാൻ പോയത്. സത്യമ്മ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ പോരാ നേരം പിടിക്കപ്പെട്ടു. പപ്പിയെ ആക്സിഡന്റിൽ പെടുത്തിയത് ഞാനാണെന്ന്. പിന്നെയും കുറ്റപ്പെടുത്തലുകൾ ഒരുപാട്. അവരുടെ കുടുംബത്തെയും വിഷ്ണുവേട്ടനെയും നശിപ്പിക്കുന്നത് ഞാനാണെന്ന്. അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സത്യം ഒരിക്കലും ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ലമ്മേ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? നന്മ ചെയ്താലും പഴിയും. വേണ്ട, നമുക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. എല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ സങ്കടമുണ്ട്. പക്ഷെ നിന്റെ ഈ സങ്കടം കാണുമ്പോൾ ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നുക. പക്ഷെ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ
പിന്നെ വിഷ്ണുവായി മോൾക്ക് ഒരിക്കലും അടുക്കാൻ പറ്റില്ല. ഒരു ജീവിതവും ഉണ്ടാവില്ല നിനക്കും വിഷ്ണുവിനും. നിന്നെ മറന്നുകൊണ്ട് ഇനി അവൻ ഒരിക്കലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനും പോകുന്നില്ല. അപ്പോ ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്ക. അല്ലെങ്കിൽ വിഷ്ണുവിനോട് സംസാരിച്ച് മറ്റെന്തെങ്കിലും ഒരു വഴി കാണ്. ഇത്രയും നാളായിട്ട് കാണാൻ പറ്റാത്ത എന്ത് വഴിയാ മീനി ഞങ്ങൾ കാണുക? ചേരേണ്ടവരാണെങ്കിൽ ദേവി ഇതിനു മുമ്പ് ചേർത്തേനെ. ഇനി ഒരൊന്നിക്കൽ അതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. എന്നിലെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല മോളെ. വിഷ്ണുവിന്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നീ കൂടി അവന്റെ കൂടെ വേണം. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഒന്നുകൂടി സംസാരിക്കായിരുന്നു. പിന്നീട് അതൊരു കുറ്റബോധമായി ഉള്ളിക്കിടക്കില്ലല്ലോ. അമ്മേ, ആ, ഞാൻ റെഡിയായി. ഇനി പറ, നമ്മൾ എങ്ങോട്ടാ? നമ്മൾ എന്നാ നമുക്ക് പോവാനായിട്ട് ഇറങ്ങാം. ശാരദാമ്മയെ വിളിക്കാം. ശാരദാമ്മേ, ചേച്ചിയമ്മ വഴക്ക് പറയല്ലേ സത്യാമ്മ. ചേച്ചിയമ്മ പാവോ, ചേച്ചിയമ്മ പാവോ. ചേച്ചിയമ്മയെ എല്ലാവരിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക മോളെ. നമ്മുടെ സത്യാമ്മ അടുപ്പിക്കും തോറും അകലുകയാണ്. വല്ലാതെ വല്ലാതെ അകലുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹം പോലും കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ മക്കളെ. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല. അതാണ് അവസ്ഥ. എന്റെ പല ചോദ്യങ്ങൾക്കും പലരും ഒഴിഞ്ഞു മാറാണ്. ഈ കുട്ടികൾ തമ്മിലുള്ള ആത്മബന്ധവും എന്റെ മനസ്സിലെ ചോദ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാനും പറ്റുന്നില്ല.
ശാരദാമ്മ എവിടെ? കണ്ടില്ല അമ്മേ, ഞാൻ ബാഗ് കാറിൽ കൊണ്ട് വെച്ചിട്ട് വരിക. ആ എല്ലാം എടുത്തോ മോളെ. മോളെ, കണ്ണനോട് യാത്ര പറഞ്ഞോ? ടൂറ് പോയിട്ട് വരുമ്പോ നല്ലൊരു മാല കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണെന്ന് കരുതരുത്. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് പോകുന്നു. ഇനി എന്ന് വരും, വരാതിരിക്കോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്ത യാത്രയാ. എവിടെയാണെങ്കിലും ഞങ്ങളെ കാത്തോളണേ. മനസ്സിലെന്നും ഈ രൂപം ഉണ്ടാവും, എപ്പോഴും. അമ്മേതാരെയാ ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ പോകുന്ന കാര്യം ആരോടെങ്കിലും പറയാനാണോ? പറഞ്ഞിട്ട് പോകുന്നതല്ലേ മോളെ മര്യാദ. വേണ്ട, അമ്മയ്ക്ക് ഇപ്പോഴും ഇവിടുന്ന് പോകാൻ ഇഷ്ടമല്ലല്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എവിടെ പോയാലും എൻ്റെ മനസ്സ് ഈ വീട്ടിലും നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിലും ഒക്കെ തന്നെയായിരിക്കും. അല്ല, നമ്മുടെ ഹോട്ടലിന്റെ പുതിയ ഓണറെ കണ്ടില്ലല്ലോ. നടത്തിപ്പവക ഇടുകയും വേണം. ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് പറഞ്ഞതാ. പിന്നെ ദേശാടനം കഴിഞ്ഞ് ഗോപാലേട്ടൻ എന്ന് വരുന്നോ അന്ന് വരെ ഈ താക്കോല് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇത് വീടിന്റെയാ. വർഷം കുറേയായി ഇതിങ്ങനെ നിധി പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. പിടിക്ക. പിന്നെ ഇത് നമ്മുടെ എല്ലാം ചോറ്. എന്നെ ഞാനാക്കിയതും നിന്നെ ഈ വിധത്തിലാക്കിയതും എന്റെ മക്കളെയൊക്കെ ഒരു നിലയിലെത്തിച്ചതും എല്ലാം ഈ ഹോട്ടലാ, നമ്മുടെ കുടുംബശ്രീ ഹോട്ടല്. എന്ത് പ്രശ്നം വന്നാലും ഹോട്ടലിലെ അടുക്കളയിൽ തീ പുകയാതിരിക്കരുത്. വാങ്ങിച്ചോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ യാത്ര പറയാനായിട്ട് തിരിഞ്ഞു നോക്കില്ല. നോക്കിയാ ചിലപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, നമുക്ക് പോകണ്ടേ? ട്രെയിൻ പോകും. ശാന്താന്റി പോയിട്ട് വരാട്ടോ.
രാമേട്ട ഈ ബാഗൊന്നും എടുത്ത് കാറിൽ വെക്കാവോ? മോളെ മുഴുങ്ങി വന്നേ. സത്യയോട് പറഞ്ഞിട്ടില്ല ഇവിടുന്ന് എന്നേക്കുമായിട്ടുള്ള യാത്രയാണിതെന്ന്. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലെ ആ പാവം. അതെ, ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞായിരുന്നോ പോകുന്ന കാര്യം? ഇല്ല, ടൂർ പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. ആ, എന്നാലേ അമ്മയുടെ ഫോൺ വാങ്ങിച്ച് വിളിക്ക്. ഇപ്പൊ വിളിച്ചു പറയാം. സത്യം പറയുമ്പോ ചിലപ്പോ വിഷ്ണുവിന് കാര്യം മനസ്സിലായേക്കും. അങ്ങനെയാണെങ്കിൽ ഈ യാത്ര വിഷ്ണുവിനെ തടയാൻ പറ്റും. അമ്മേ, പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. ആ ഫോണിങ് എടുത്തേ. അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ ഫോണൊക്കെ ബാഗിനകത്താ. വാ. അമ്മയുടെ ഫോൺ തന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ സത്യേ? പിന്നെ പറയാം. നീ പോയി കാറി കയറ്. ചെല്ല്. മാഡം, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ മാഡത്തിന് പിക്ക് ചെയ്യാൻ ആൾ വരും. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുമ്പോൾ മാഡം എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. അനു, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി ജോലി ചെയ്താലും ആരെയൊക്കെ മറന്നാലും അനുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ആരെല്ലാമോ ആയിരുന്നു അനു. മാഡം, എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ശരി. രാമേട്ട, യാത്ര പറഞ്ഞ് അധികം സങ്കടപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാനേ കഴിയൂ. അമ്മേ, നമുക്ക് പോവാം. മാഡം, റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്നില്ല. റെയിൽവേ ക്രോസിന്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് നടന്ന സ്റ്റേഷനിലേക്ക് കയറണം. ശരി, നമുക്കതുവഴി പോവാം. ശരി മോളെ. വരട്ടെ ശാന്തേച്ചി. ശാന്തേ, ശരി. ശരി ശാരദാമ്മേ. ശരി. സത്യമ്മ ചേച്ചിയമ്മേ സത്യം ഒരുപാട് ചീത്ത പറഞ്ഞു. കരഞ്ഞോണ്ടാ സത്യം പോയത്. അതിനെനിക്ക് അവരോട് മാപ്പ് പറയണം വിഷ്ണു അച്ഛാ. ഇല്ലെങ്കിൽ പപ്പിമോൾക്ക് ഉറങ്ങാൻ പറ്റില്ല. വലിയവർക്കില്ലാത്ത തിരിച്ചറിവാണല്ലോ മോളെ നിനക്കുള്ളത്. എന്തിനായിരുന്നു നീ അങ്ങനെ പോയത്?
അതുകൊണ്ടല്ലേ എൻ്റെ പപ്പിക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായേ.